എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രേവതിയുടെ വീട്ടില് അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു ഊണ് തന്നെ കഴിച്ചിട്ട് സച്ചി രേമ്പൊക്കെ ഇട്ട് എഴുന്നേക്കുവാണ്. ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, അല്ല മോനെ, നിനക്ക് ഓട്ടം ഉണ്ടായിരിക്കില്ലേ, പോകാൻ ധൃതി കാണുമല്ലായിരിക്കും എന്ന് ചോദിക്കാം. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, ധൃതിയോ? എനിക്കൊരു ധൃതിയില്ല അമ്മയെന്ന് പറയണ. അല്ല, ഇപ്പൊ ഓട്ടോ ഒക്കെ ഉള്ള സമയല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്ന് പറയണ. ഈ സമയം സച്ചി പെട്ടെന്ന് ചോദിച്ചു, അല്ല എന്റെ ഫോൺ എവിടെ രേവതി എന്ന് ചോദിക്കണം. ഫോണോ? അയ്യോ, അത് അപ്പറേ കാണുമെന്ന് പറയണ. പെട്ടെന്ന് രേവതിയോട് പറഞ്ഞു, മോളെ ഓടിപ്പോയി ഫോൺ എടുത്തോണ്ട് കൊടുക്കുക, ഇതേ സച്ചിക്ക് പെട്ടെന്ന് പോകണം, സച്ചിക്ക് ഓട്ടോ ഉള്ളാന്ന് പറയണ. ഈ സമയം സച്ചി അമ്പരന്ന് ലക്ഷ്മിയമ്മനെ നോക്കുവാണ്. അങ്ങനെ രേവതി ഫോണൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നാ ശരി മോനെ, മോൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളാൻ പറയാം. ഈ സമയം സച്ചി പറഞ്ഞു, ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. രേവതി രൂക്ഷമായിട്ട് ലക്ഷ്മിയമ്മനെ നോക്കണം. ഈ സമയം രേവതി അതെ, അമ്മയ്ക്ക് ഫുഡ് കഴിക്കാത്തതിന്റെ കുഴപ്പമാ. ഫുഡ് കഴിച്ചാൽ ഓക്കെ, അമ്മ ഇങ്ങനെയാ, ഫുഡ് കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ആ പാടെ ഒരു വെപ്രാളം വിഷമം എന്ന് പറയണം. അന്ന് അമ്മ നിൽക്കണ്ട, പെട്ടെന്ന് പോയി ഫുഡ് കഴിക്കാൻ പറയണം. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാം. രേവതി, ഞാൻ മുറിയിലേക്ക് ചെല്ലട്ടെ, നീ ഒരു പായം തലേന്ന് എടുത്താട്ടെ, നല്ല ചൂട്, നിലത്ത് കിടക്കാം, ഫുഡ് കഴിച്ചാൽ നല്ല ഒരറക്കം, നല്ല സൂപ്പർ ആയിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, മോനെ നീ ഉറങ്ങാൻ പോവാണോ? അതെ. അല്ല മോനെ, ഉറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ഓട്ടം വന്നാൽ എങ്ങനെ ശരിയാവുന്നേ? ഇതേ ഇപ്പോഴാണെങ്കിൽ നല്ല ഓട്ടോ ഉള്ളതല്ലേ എന്ന് പറയാം. പെട്ടെന്ന് സച്ചി പറഞ്ഞു, ഈ സമയത്ത് ഓട്ടോ കുറവാമേ, ഇനി അവിടെ പോയി വെറുതെ കിടക്കാന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ കിടക്കാന്ന് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി മുറിയിലേക്ക് പോവാ. ആ സമയം രേവതി അകത്തേക്ക് അങ്ങോട്ട് പോയി മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. ലക്ഷ്മമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ലക്ഷ്മമ്മ പെട്ടെന്ന് വാതിലിന്റെ അരി വന്നിട്ട് പറഞ്ഞു, അല്ല മോനെ, ഓട്ടം വന്നാൽ മോൻ എങ്ങനെ അറിയുന്നേ? ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ മോൻ ഉറങ്ങി പോകത്തില്ലേന്ന് ചോദിക്കും. അതാണോ കുഴപ്പം? ഓട്ടം വരുമ്പോൾ ആരെങ്കിലും വിളിച്ചോളും, അതിനല്ലേ ഫോണിന്റെ അരിയിലുള്ളേ, ഫോൺ വെച്ചിട്ട് ഞാൻ കിടന്നോളാം, ആരെങ്കിലും വിളിച്ചു കഴിയുമ്പം ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന് പറയാം. പിന്നെ ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തകർന്ന് തരിപ്പണമായപ്പോ ലക്ഷ്മിയമ്മ എന്ത് ചെയ്യണം, അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിൽക്കണ സമയത്ത് ശരത്തും ദേവും കൂടെ ലക്ഷ്മിയമ്മനെ കളിയാക്കുവാണ്. പിന്നീട് പായൊക്കെ വിരിച്ചു കൊടുത്തതിന് ശേഷം രേവതി എന്ത് ചെയ്യണം, നേരെ പുറത്തേക്ക് ഇറങ്ങി വരുക. അമ്മയ്ക്ക് ഇത് എന്താ അമ്മേത്? അമ്മ എന്ത് പരിപാടി കാണിക്കുന്നത്? അമ്മയ്ക്ക് നാണമുണ്ടോ? അതെങ്ങനെയാ അദ്ദേഹം വന്ന് ഉണ്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇറങ്ങിപ്പോവാൻ പറയണേ? അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുക. ദേ, എന്റെ വിഷമം എനിക്കറിയത്തുള്ളൂ. ആ ചന്ദ്രമതി ചേച്ചി അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട്. പിന്നെ അങ്ങനെ അറിഞ്ഞേക്കുമല്ലേ, അറിഞ്ഞാൽ തന്നെ ഇപ്പൊ എന്താ കുഴപ്പമിരിക്കുന്നത്? അതെ, അവിടെ ഒന്നും ഉണ്ടാക്കാത്തോണ്ടല്ലേ ഇങ്ങോട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നേ. ഇതിന്റെ പേര് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് പോവാണ്. പിന്നീട് ലക്ഷ്മിയമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്, വാ, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണം. ലക്ഷ്മിയമ്മ പിന്നെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് സുധി ആകെപ്പാടം തകർന്ന് തരിപ്പണായി വീട്ടിലേക്ക് കയറി വരുക. എന്ത് ചെയ്യണമെന്നറിയില്ല, ജോലിയില്ല, ഒന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ചന്ദ്രമതി പെട്ടെന്ന് ചോദിച്ചു, എന്ത് പറ്റി മോനെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഓ, ഭയങ്കര ക്ഷീണിച്ചു കാണൂല്ലേ, നല്ല ജോലി ഭാരം ഉണ്ടല്ലേ എന്ന് ചോദിക്കാം. അതൊന്നും ഇല്ലമ്മേ. പിന്നെന്താടാ മോനെ കുഴപ്പം? അല്ല അമ്മ ഇവിടെ ഇരുന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയും. എന്ത് കാര്യങ്ങള്? അമ്മ എവിടെ ഇരിക്കാൻ പറഞ്ഞ മടിയിലേക്ക് ചന്ദ്രമതിയുടെ തല വെച്ച് അങ്ങോട്ട് കിടക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, എന്തിനാ അമ്മ എന്നെ ഇത്ര പഠിപ്പിച്ചെന്ന് ചോദിക്കുക. അതെന്താടാ മോനെ കുഴപ്പം? നല്ല കാര്യമല്ലേ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയണേ. അതൊക്കെ ശരി തന്നെ, ഇപ്പൊ ഓർക്കോ പഠിക്കണ്ടായിരുന്നു. അതെന്താ? പഠിച്ചു കഴിഞ്ഞിട്ടൊരു വേലക്കാരനെ പോയി ജോലി എടുക്കുന്നതിനായിട്ട് ഇനി പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു പറയാം. വേലക്കാരൻ എവിടെ? എന്റെ അമ്മേ, ഇന്ന് ഞാനാണെങ്കിൽ പോയ വഴിക്ക് ആ കസ്റ്റമർ എന്നോട് മീൻ മേടിക്കുക, മട്ടൻ മേടിക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല, അത് വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് ജോലി പോയെന്ന് പറയണം. ഇത് കേട്ടൻ ചന്ദ്രമതി ഞെട്ടി. ജോലി പോയോ? അതേമ്മേ, ഇനി എന്നോട് ജോലിക്ക് ചെല്ലണ്ടാന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ, എന്റെ കുഴപ്പം കൊണ്ടല്ലമ്മേന്ന് പറയാം. അത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, ഇത്രയും പഠിച്ചിട്ട് നീ മീൻ മേടിക്കാനും മട്ടൻ മേടിക്കാനൊക്കെയാണ് പോകുന്നത്? അതേമേ, അതുകൊണ്ട് ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചെന്ന് പറയാം. അദ്ദേഹം ചന്ദ്രമതി, ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? എനിക്കറിയത്തില്ല, നിനക്കറിയാലോ കുറെ കടങ്ങളുണ്ട്, പലിശക്കാരന് പൈസ കൊടുക്കണം, നീയും കൂടെ ചേർന്ന് തന്നാലോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയാം. പെട്ടെന്ന് സുധി പറഞ്ഞു, എന്തേലും ചെയ്യാമേ, നീ ഒരു കാര്യം ചെയ്യ, എത്രയും പെട്ടെന്ന് വേറെ ജോലി കണ്ടുപിടിക്കുക. അതെ, ഞാൻ ശ്രുതിനെ വിളിച്ച് കാര്യങ്ങൾ പറയാന്ന് പറയണേ. വേണ്ട വേണ്ട, അവളോട് ഇപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനേ പോണ്ട, എത്രയും പെട്ടെന്ന് നീ ഒരു ജോലി വാങ്ങിക്കാൻ നോക്ക്, അതാ നിനക്ക് നല്ലത്. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് ചിലപ്പോ വിഷമോ, ഒരു പക്ഷെങ്കിൽ നിന്നെ ഒന്നിനും കൊള്ളരുതാത്തവനാന്ന് അവൾക്ക് തോന്നുന്നു പറയാ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഞാൻ ഒന്നിനും കൊള്ളരാത്തവനല്ലമ്മേ എന്ന് പറയണ. അതെനിക്കറിയാലോ മോനെ, നിനക്ക് നല്ല കഴിവുണ്ട്, കുറെ ഡിഗ്രി ഒക്കെയാണെന്ന് എനിക്കറിയാം, പക്ഷെങ്കിൽ പെട്ടെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ അവൾ എന്ത് വിചാരിക്കും, അതുകൊണ്ടാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ ഇരിക്കുക. ഈ സമയത്ത് സച്ചി നല്ല ഉറക്കുക. രേവതി പതുക്കെ മുറിയിലേക്ക് കയറി ചെന്നു. സച്ചിയുടെ മുഖത്തേക്ക് കുറെ സമയം നോക്കിയിരുന്നു. പിന്നീട് പതുക്കെ സച്ചിയുടെ അരിയിലേക്ക് കിടക്കുകയാണ്. കിടന്നിട്ട് സച്ചിനെ പതുക്കെ കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ സച്ചി ഉറക്കത്തിൽ വന്ന് രേവതിനെ കെട്ടിപ്പിടിച്ച് ചേർത്തങ്ങോട്ട് കിടത്തുവാണ്. ഈ സമയം ലക്ഷ്മിയമ്മ കണ്ടു. ലക്ഷ്മിയമ്മ രേവതി മുറിയിലേക്ക് കയറി പോകുന്ന കണ്ടു. ലക്ഷ്മിയമ്മയ്ക്ക് സഹിച്ചില്ല.
അവിടെ ഒരു പാത്രം എടുത്തിട്ട് ഒരു തവി വെച്ച് കുറേ കൊട്ട ആ പാത്രത്തിനിട്ട് ഈ ഒച്ചപ്പാടും വേളം കിട്ടിയപ്പോൾ രേവതി പെട്ടെന്ന് എഴുന്നേറ്റ് പതുക്കെ മുറിക്ക് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാന്ന് ചോദിക്കും. എന്തേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് അവനെ പറഞ്ഞു വിടുക. മുറിക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നവനെ. അമ്മേ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കും കേട്ടോ. അതെ, സച്ചേണ്ണ എണീറ്റ് പൊക്കോളും കുറച്ച് കഴിയുമ്പോൾ, അല്ലാതെ ഒരു സ്ഥിരതാമസത്തിന് വന്നൊന്നുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണെങ്കിൽ ഞാനും ആ കൂടെ അങ്ങോട്ട് പോകുന്നു പറയാം. നീ എന്തൊക്കെയാ മോളെ പറയണേ? അല്ലാതെ പിന്നെ അമ്മ ഒരുമാതിരി ഇങ്ങനത്തെ പരിപാടി കാണിക്കരുത് കേട്ടോ, ഒരുമാതിരി വൃത്തിയായിട്ട് അമ്മായിമ്മമാരുടെ സ്വഭാവം കാണിക്കരുത് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞ് രേവതി ആ പാത്രം ബലമായിട്ടെങ്ങും പിടിച്ചു മേടിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്താണ് ശ്രുതി വീട്ടിലേക്ക് വരുന്നത്. ശ്രുതി വീട്ടിലേക്ക് വന്നപ്പോൾ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആഹാ, ഇതെന്ത് പറ്റി, നേരത്തെ വന്നോ? അതെ, ഞാനിന്ന് മറ്റേ കസ്റ്റമറിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞ് ആ ഒരു കാര്യം ശ്രുതിയോട് പറയാൻ അങ്ങോട്ട് വിട്ടുപോയി. എൻ്റെ ഫ്രണ്ടാ. അപ്പോൾ അവൾക്ക് കുറച്ച് ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് പോയത്. ശ്രുതി ബ്യൂട്ടി പാർലർ വന്ന കാര്യമൊക്കെ ഞാൻ വന്നതിന് ശേഷം ബ്യൂട്ടി പാർലറുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ശ്രുതി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തല്ലോ, ശ്രുതിയോട് കമ്പനിയിലേക്ക് തിരികെ പോയിക്കോളാനായിട്ട്. ഞാനത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാമെന്ന് കരുതി എൻ്റെ അടുത്ത് വന്നാന്ന് പറയണം. ഓ അങ്ങനെയാണോ? അത് കുഴപ്പമില്ല, ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചായിരുന്നു പറയാം. ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് വന്നു. പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, ഇന്ന് എന്ത് പറ്റി? ശ്രുതി നേരത്തെ ശ്രുതി ജോലി കഴിഞ്ഞു നിൽക്കും. അതെ, നേരത്തെ കഴിഞ്ഞു. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. അങ്ങനെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങിയെന്ന് പറയണോ. ഓ അങ്ങനെ വരട്ടെ. എന്താണെങ്കിലും ശ്രുതി ജോലിക്ക് പോകാൻ തുടങ്ങിയതുകൊണ്ട് എനിക്കൊരു ആശ്വാസമുണ്ട്. കാരണം ഇനിയിപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാണെങ്കിലും ഇനിയിപ്പോൾ പലിശക്കാരൻ്റെ പൈസ കൊടുക്കാനുള്ള പൈസ ആവുമല്ലോ. ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കണ്ടല്ലോ. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അറിയാലോ നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങോളെന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അല്ല മോൾ ടയേർഡല്ലേ വന്നിരിക്കുന്നത്, മോൾക്ക് ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാം. വേണ്ട ഇനി ഇപ്പം വേണ്ട, ഞാനത് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം മാത്രം മതി എന്ന് പറയാം. പിന്നെ ഒരു ശ്രുതി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് രവീന്ദ്രന്റെ വരവ്. രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പം ചന്ദ്രമതി ചോദിച്ചു, അല്ല നിങ്ങളിത് എവിടെ പോയതായിരുന്നു? ഞാൻ യൂണിയൻ ഓഫീസ് വരെ. യൂണിയൻ ഓഫീസിൽ പോയി പെൻഷന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ കിട്ടും, 2 ആഴ്ചക്കുള്ളിൽ സാങ്ഷൻ ആണെന്ന് പറയാം. ഇത് കേട്ട ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മിന്നി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അച്ഛന് കൈ കുറെ പൈസയും കൂടെ വരാൻ പോവാ. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, നല്ല കാര്യമാ. എന്താണെങ്കിലും ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയില്ലോ എന്ന് പറയണം. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇന്നെന്താ ഈ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ചോദിക്കും. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല സച്ചിന്ന് കഴിക്കാൻ വന്നിട്ട് ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഓ അതാണോ? ഞാനത് അങ്ങോട്ട് മറന്നു. ഉള്ളത് ഞാൻ അടുത്ത് കഴിച്ചിട്ട് ഞാൻ അവിടെ കിടന്ന് അങ്ങോട്ട് മയങ്ങിപ്പോയെന്ന് പറയാം. ഇത് കേട്ടെന്നും പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞാ, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ആ ഫുഡ് കഴിച്ചോന്ന് പോലും അറിയത്തില്ല എന്നും പറഞ്ഞ് സച്ചിയുടെ ഫോൺ നമ്പർ എടുത്ത് സച്ചിനെ വിളിക്കുവാണ്. വിളിച്ച്, ഹലോ എന്നെ എടുക്കുവായിരുന്നു മോനെ, നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കണം. ഞാൻ കഴിച്ചാ, നല്ല സൂപ്പർ ഊണായിരുന്നു പറയണേ. എവിടുന്ന ഹോട്ടലിൽ നിന്നാണോ കഴിച്ചേ? അല്ല ഞാൻ രേവതിയുടെ അടുത്തുനിന്ന്. രേവതിയുടെ അടുത്തുനിന്നോ? അതിന്റെ രേവതി വീട്ടിൽ പോയേക്കല്ലേ? അതെ അച്ഛാ, ഞാൻ അവളുടെ വീട്ടിലാന്ന് പറയാണ്. അവളുടെ വീട്ടിലോ? ആഹാ അത് കൊള്ളാലോ. എൻ്റെ അച്ഛ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പറയും. അതെ, ഇനി ഞാൻ വൈകുന്നേരം കൂടെ ഇവിടുന്ന് കഴിക്കൂന്ന് പറയണം. അപ്പൊ നീ ഇന്ന് വരുന്നില്ലേ? ഇല്ല അച്ഛാ, ഇന്ന് ഞാൻ ചിലപ്പോഴേ വരത്തുള്ളൂ എന്ന് പറയണം. ചന്ദ്രമതിക്ക് മനസ്സിലായി അവിടെ സച്ചി ഉണ്ടെന്നുള്ള കാര്യം. രേവതിയുടെ അടുത്ത് താൻ എന്തിനു വേണ്ടിയിട്ടാണ് അവരെ മാറ്റി നിർത്തിയത്? ആണ്ടെ അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു. ചന്ദ്രമതിക്ക് വല്ലാത്ത ടെൻഷനായി. രവീന്ദ്രൻ ഫോൺ വെച്ച് കഴിയുമ്പോൾ ചന്ദ്രമതി ചോദിച്ചു, അല്ല മനുഷ്യ അവൻ എന്തിനാ അങ്ങോട്ട് ചെന്നേന്ന് ചോദിക്കണം രേവതിയുടെ അടുത്തേക്ക്. അതോ, നീ ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കില്ലോ, അവൻ ഫുഡ് കഴിക്കാൻ പോയതാന്ന് പറയാ. നാണം ഉണ്ട് അവന് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോകാനായിട്ട്. ഓ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? അവൻ്റെ കൂടെ നീ എന്നും ഉണ്ടാക്കി വെച്ചല്ലോ, അതുകൊണ്ട് അവനെവിടെയും പോയി കഴിക്കട്ടെ, പിന്നെന്താ കുഴപ്പം? അല്ല അവനിന്ന് വരുവേല അങ്ങനെ മറ്റോ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കും. വരത്തില്ലെന്നാ പറഞ്ഞേ, അവന് വേണ്ടി ഫുഡിന് വൈകുന്നേരം ഉണ്ടാക്കി വെക്കണ്ടെന്ന്. അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. അപ്പൊ അതാണ് കാര്യം. ഇത് കേട്ടോണ്ടാണ് ശ്രുതി അങ്ങോട്ട് വന്നേ. ശ്രുതി പെട്ടെന്ന് ചന്ദ്രപതി ചോദിച്ചു, അല്ല അമ്മ എന്നെ ശ്രുതിനെ 2 മുറിയിലാക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പൊ സച്ചിക്കും രേവതിക്കും ഒന്നിച്ച് കഴിയാമെന്ന് ചോദിക്കുക. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എങ്ങനെയാണെങ്കിൽ ശ്രുതിനെ വൈകുന്നേരം വിളിച്ചാൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു പറയാം. നമ്മുടെ ശ്രുതി അങ്ങോട്ട് പോവാണ്. ഈ സമയം ചന്ദ്രമതി എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ വരാം കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ശേഷമുള്ള വിശേഷങ്ങൾ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.